ഞാനിപ്പോ മുട്ടണമെന്നുണ്ടെങ്കിൽ വിനുവിന്റെ കഥയിൽ മാത്രമായിരിക്കും. നിങ്ങൾ പറയുന്ന കേട്ടത് ഫാത്തിമന്റെ ലൈനാണ്. ഞാൻ ആപ്പിള് തിന്നും, ഞാൻ മുന്തിരി തിന്നും, ഞാൻ കോള കുടിക്കും, ഞാൻ സുന്ദരനല്ലേ, ഞാൻ സുന്ദരനല്ലേ. അന്നയുടെ കഥയിൽ ആരെങ്കിലും മുട്ടിയോ? റൊമാൻറ്റിക് സീൻസ് ഒക്കെ വരികയാണ്, നായിക നല്ല സുന്ദരിയാണ്, ലിപ് ലോക്ക് ഒക്കെ വരികയാണെങ്കിൽ വീട്ടിൽ നിന്നുള്ള ഭാര്യയുടെ സപ്പോർട്ടൊക്കെ എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. അപ്പൊ അങ്ങനെ വന്നപ്പോ നമുക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല. കാശ് ചോദിക്കും ചില ആളുകള്, ക്യാഷ് അങ്ങോട്ട് ചോദിക്കും. എല്ലാവർക്കും നമസ്കാരം. ഫെയിം സ്റ്റെപ്സിന്റെ ഒരു പുതിയ ചാറ്റ് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അന്ന റോസ് ആൻഡ് ദിസ് ഇസ് അവർ ഷോ ടോസ് വിത്ത് അന്ന. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അവസരങ്ങൾ ആരുടെയും ഔദാര്യമല്ല എന്ന് തെളിയിച്ച് 3 ഇഡിയറ്റ്സ് മീഡിയയിലൂടെ തുടങ്ങി ഇന്ന് നാസിഫ് ഷോർട്ട് സ്റ്റോറിയിൽ എത്തി നിന്ന് മലയാളിയുടെ, പ്രത്യേകിച്ച് ന്യൂജൻ മലയാളിയുടെ ഹൃദയത്തിൽ തൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിച്ച, അതെ, സ്വന്തം വഴി വെട്ടിത്തെളിച്ച് വന്നവരാടാ. Yes, let's invite Nasif and Vinu. Welcome back to താങ്ക് യു. ഈ ഇൻട്രോ മാത്രം എനിക്ക് കട്ട് ചെയ്ത് സ്റ്റാറ്റസ് വരാം. അതിന് യൂസ് എല്ലാ ഗസ്റ്റുകളും വലിയ ട്രോളുന്ന ഇൻട്രോ എനിക്കിപ്പോ ശീലം. അപ്പൊ ആദ്യത്തെ കമന്റ് ഏതായവന്മാരൊക്കെ വെട്ടിത്തെളിച്ചവരെ. ഓക്കെ, അപ്പൊ എനിക്ക് എന്താ പറയുന്ന, എൻ്റെ ഫസ്റ്റ് ചോദ്യം അത് തന്നെയാണ്. എങ്ങനെയായിരുന്നു 3 ഇഡിയറ്റ്സ് മീഡിയയിലേക്കുള്ള ഒരു എൻട്രി? വിനു തുടങ്ങി. സാധാരണ എല്ലാ ചാറ്റ് ഷോയിലും ഞാനാ തുടങ്ങാറുള്ളത്. ഇത്തവണ ഞാൻ വിനുവിന് വിട്ട് കൈമാറിയാണ് ചാൻസ്. വിനു തുടങ്ങുക. ഞങ്ങൾ ആദ്യം 3 ഇഡിയറ്റ്സ് മീഡിയയിലെ ആക്ടേഴ്സ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യായിരുന്നു. ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് അവരുടെ ചാനലിൽ വീഡിയോസ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ടിക്ടോക്ക് ആയിരുന്നു അവരുടെ ബിസിനസ് മെയിൻലി. പിന്നെ ടിക്ടോക്ക് കൂട്ടിയപ്പോൾ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങി. പിന്നെ അവർ ബ്രാൻഡ് കൊളാബ്സ്, ഒരുപാട് എംപ്ലോയേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ സാലറി കൊടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് പാടായിട്ടൊക്കെ വന്നപ്പോൾ അത് ക്ലോസ് ചെയ്തപ്പോൾ ഞങ്ങൾ അൺഎംപ്ലോയ്ഡ്. നമ്മുടെ കോവിഡ് ടൈമിലായിരുന്നു ക്ലോസ് എന്ന് വെച്ചാൽ ഫുള്ളി ക്ലോസ്ഡ് അല്ല, കുറച്ച് ഇപ്പം എന്താ പറയുക, വർക്ക് വരുമ്പോൾ വിളിക്കാം എന്നുള്ള ആ ഒരു രീതിയിലായിരുന്നു. അപ്പം നമുക്ക് ഇപ്പം ഞങ്ങൾ 2 ഇയേഴ്സ് ഉണ്ടായിരുന്നു 3 ഇഡിയറ്റ്സ് മീഡിയയിൽ ഉണ്ടായിരുന്നു. ഞാൻ മുന്നേ വർക്കിംഗ് ആയിരുന്നു, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അപ്പം അതൊക്കെ വിട്ടെറിഞ്ഞ് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇങ്ങനെ ഓഡിഷൻ ഉണ്ടായിരുന്നു 3 ഇഡിയറ്റ്സ് മീഡിയയുടെ. അപ്പോൾ സിനിമ ഓഡിഷൻസ് ഒക്കെ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ കിട്ടും, നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് റോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആ ഒരു ഇതിലോട്ടായിരിക്കും. അപ്പം അങ്ങനെ വന്നപ്പോൾ നമുക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല. കാശ് ചോദിക്കും ചില ആളുകൾ, അല്ലെങ്കിൽ മറ്റേ ഫിലിം നിങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം, അങ്ങോട്ട് ചോദിക്കും. അത് മീൻസ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ കഥ ഒക്കെ റെഡിയാണ്, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം, നായകനാക്കാം എന്നൊക്കെ പറഞ്ഞ്. അപ്പം നമ്മുടെ കയ്യിൽ ഫണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല, അഭിനയിക്കാനുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. കഴിവൊക്കെ നമ്മൾ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനം. ഫസ്റ്റ് നമുക്ക് ഒരു ആഗ്രഹമുള്ള വേണ്ടത്. അപ്പം അങ്ങനെ കിട്ടാതെ വന്നപ്പോൾ ഞാൻ എല്ലാം നിർത്താം എന്നുള്ളൊരു സ്റ്റേജിൽ എത്തുമ്പോഴായിരുന്നു ഈ 3 ഇഡിയറ്റ്സ് മീഡിയയുടെ കാസ്റ്റിംഗ് കോള്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നെഹാൻ എന്ന് പറഞ്ഞ ഫ്രണ്ട്. അപ്പോൾ അവള് ഇങ്ങനെ അയച്ചു തന്നെ. അപ്പോൾ ആദ്യം ഞാൻ ഒഴിവാക്കി വിട്ട്, നമുക്ക് വേണ്ട, അഭിനയം വേണ്ട, പരിപാടി സോഫ്റ്റ്വെയർ ഉണ്ട്. ഞാൻ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഇരുന്നോണ്ടാണ് ഞാൻ കാസ്റ്റിംഗ് കോള് കാണുന്നത്. അപ്പൊ ആദ്യം വേണ്ട, ഇത് തന്നെ പരിപാടി തന്നെ മതി. ഇല്ല. അപ്പൊ അങ്ങനെ കണ്ടപ്പം പിന്നെ ഒരു പുതിയ വർഷമായിരുന്നു, 2020 ജാനുവരിയിലായിരുന്നു ഓഡിഷൻ. അപ്പൊ ഞാൻ ആലോചിച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നിന്ന് പോകത്തുള്ളൂ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പിന്നെയും ഓഡിഷൻസ് റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ അതിന്റെ ആദ്യത്തെ ഓഡിഷൻ ആയിരുന്നു, ആ വർഷത്തെ ആദ്യത്തെ ഓഡിഷൻ ആയിരുന്നു. അപ്പൊ അത് കിട്ടി. അപ്പം അങ്ങനെ ജോലി വേണോ അഭിനയം വേണോ എന്നുള്ളൊരു മൊമെന്റിൽ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് അടിച്ച് നിൽക്കും. കാരണം നല്ലൊരു സാലറി ഉള്ള ജോലി, ഇപ്പുറത്ത് ഒരു സേഫ്റ്റി ഇല്ലാത്തൊരു മേഖല. അപ്പോൾ എപ്പോഴും മനസ്സ് പറയുന്നത് കേൾക്കാം എന്നുള്ളൊരു രീതിയായിരുന്നു പണ്ട് പോലെ എനിക്കുള്ളത്. അപ്പം കൂടെയുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അങ്ങനെ വീട്ടിലുള്ളവരുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഉമ്മച്ചിക്ക് ഇപ്പോഴും ഒരു ഇതുണ്ട്. ഇല്ല, ഇപ്പോഴും ഇങ്ങനെ ഇപ്പൊ ഈ കുറെ സിനിമാക്കാരൊക്കെ ഇപ്പൊ പിടിച്ചല്ലോ. അപ്പൊ അതൊക്കെ കണ്ടപ്പോ നോക്കി നടന്നു. അപ്പൊ ഞാൻ പറയും, ഞങ്ങള് സിനിമയിലല്ലോ, ഞങ്ങള് പാവം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ. അതെ. അപ്പൊ അത് കാരണം ഞാനിപ്പോ മുട്ടണമെന്നുണ്ടെങ്കിൽ വിനുവിന്റെ കഥയിൽ മാത്രമായിരിക്കും.
അതും ശുഭാവിന് ഷൂട്ട് ഉറങ്ങിയത് മതിയായിരിക്കുന്നുള്ളത് പറയാൻ വേണ്ടി മാത്രം. സിനിമയിൽ ഇപ്പം ആൺകുട്ടി മീൻസ് പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും പിടിയിലാവുന്ന ഒരു സമയത്താണ്. അപ്പൊ ഞാൻ മുട്ടിയിട്ടുള്ള വിനോദ കഥകൾ മാത്രം. അപ്പൊ അങ്ങനെ ഉമ്മച്ചിക്ക് ഇപ്പൊ ഇപ്പോഴും ഒരു ഇതുണ്ട്, വേറെ നോക്കൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ വാപ്പ കുറച്ചും കൂടി നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളാണ്. അപ്പൊ നിന്റെ ഇഷ്ടം എന്താണോ ആ രീതിയിൽ പോയിക്കോ എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്താ ഇത്തരത്തിലൊരു കോൺസെപ്റ്റ്, അതായത് നാസിഫ് ഷോർട്ട് സ്റ്റോറീസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്, അത് ഈ പറയുന്ന 3 Idiotsന്റെ അവസരം നഷ്ടപ്പെട്ടപ്പോഴായിരുന്നു അതിലേക്കുള്ള എൻട്രി? അതെ, ഞാൻ ഇപ്പം അന്നെ ഇരിക്കണ പോലെ ഞാൻ ഒരുപാട് പേര് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ 3 Idiots മീഡിയയിൽ നിന്ന് ഇറങ്ങി കുറച്ചാൾ ആങ്കറിങ്. ഇവിടെ പറയാനുള്ള അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ 3 Idiots മീഡിയയിൽ നിന്ന് ഇറങ്ങി കുറച്ചാൾ ആങ്കറിങ് ചെയ്തു. ഞാൻ സൂര്യ TV-യിൽ ഒരു ലൈവ് ഷോ ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ വലിയ കളികളാണ്. അപ്പം സൂര്യ കോമഡി എന്നുള്ള ചാനലിൽ, പിന്നെ ഇതേപോലെ യൂട്യൂബ് ചാനലുകളിൽ ഞാൻ ആങ്കറായിട്ട് പോയിട്ടുണ്ട്. അപ്പം അപ്പോഴൊന്നും നമുക്ക് ഈ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ കാശിന് വേണ്ടി ആണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സാധനം മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ ആ ടൈമിൽ ഞാൻ വേറെ കുറേ യൂട്യൂബ് ചാനലുകളെ വിളിച്ചു നോക്കി, കരിക്കടക്കം എല്ലാവരെയും വിളിച്ചു നോക്കി. അപ്പം അവരുടെ എല്ലാം ഓൾറെഡി ടീം സെറ്റാണ്, ഇനി ആവശ്യമില്ല അല്ലെങ്കിൽ ആളുകളെ വേണ്ട എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്തുകൊണ്ട് എനിക്കൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൂടാന്നുള്ളൊരു തോട്ട് വന്നു. അവിടെയാണ് എന്റെ ഇൻട്രോയുടെ പ്രസക്തി. അവസരങ്ങൾ ആരുടെയും ഔദാര്യമല്ല എന്നുള്ള തിരിച്ചറിവ് അല്ലേ. അപ്പം അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നുള്ളൊരു ഡിസിഷൻ എടുത്തു. അപ്പോൾ 3 Idiots മീഡിയയിൽ തന്നെ ഉണ്ടായിരുന്ന അദീല എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ ഇരിക്കല്ലേ തുടങ്ങ്. 3 Idiots പൂട്ടിയപ്പോൾ അവളുടെയും പണി പോയല്ലോ. അവക്കൊരു പണി കാണാമല്ലോ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു സാധനത്തിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ വിനു ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ ഞങ്ങളുടെ ഒരു കോംബോ 3 Idiots മീഡിയ മുതൽ അത്യാവശ്യം കുറച്ച് വൈറലായിട്ടുള്ള വീഡിയോസിലൂടെ കുറച്ച് ആളുകൾക്ക് അറിയാൻ പറ്റും ഞങ്ങളുടെ ഒരു കോംബോ. അപ്പൊ ആ ഒരു കോംബോ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാന്നുള്ള രീതിയിൽ ഞാൻ വിനുവിനെയും വിളിച്ചു. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ സോഷ്യൽ മീഡിയ വൻ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലേ. പണ്ടൊക്കെ ഒരു ന്യൂസ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ മാസങ്ങളോട് എടുക്കുമായിരുന്നു. പിന്നെ അതിന്റെ ദൈർഘ്യം ഇങ്ങനെ കുറഞ്ഞു വന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരൽത്തുമ്പിലാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇൻസ്റ്റഗ്രാം വന്നതോടുകൂടി ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, അതുപോലെ തന്നെ ആക്ടിങ് സ്കില്ലുള്ള ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നു. അപ്പോൾ ഈ ഒരു ഫീൽഡിലെ കോമ്പറ്റീഷൻ ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ എന്താ പറയുന്നത്, ഈ സോഷ്യൽ മീഡിയയുടെ വല്ലാത്ത ഒരു ഇന്റർഫിയറൻസ് അത് നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കുറേ അവസരങ്ങൾ തേടി ഒരുപാട് പേര് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ബാക്കിലായി പോകുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിലെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇപ്പം ഹാഷിറിന് അവര് പണ്ട് പോലെ ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങി. പക്ഷെ അവര് ഒരു 1 year ആയിട്ടുള്ള അത്യാവശ്യം നല്ല വീഡിയോസും നല്ല കണ്ടന്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ആളുകൾ അവർ അക്സെപ്റ്റ് ചെയ്തു, അവർക്ക് നല്ല അവസരങ്ങൾ കിട്ടി. സിനിമ വാഴ വന്നു, വാഴ 2 വരുന്നു. ഞങ്ങളിപ്പോ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ 4 വർഷം മുന്നേ തുടങ്ങിയ ആളുകളായിരിക്കും. നമ്മൾ സ്റ്റിൽ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മളിപ്പോ കഴിവുള്ളവരെന്തായാലും അവസരങ്ങൾ കിട്ടും. അത് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും എന്നുള്ള വിശ്വസിക്കുന്ന നാളെ തീർച്ചയായിട്ടും കിട്ടും. നമ്മള് ചിലപ്പം ഇപ്പൊ വിനോ ഓൾറെഡി മൂവീസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ ഇതൊരു സിനിമയെ പോലെ അഭിനയിക്കാത്ത ഒരാളാണ്. അപ്പം ചിലപ്പം എന്റെ ഞാന് ഹെലനിലുണ്ടായിരുന്നു. സീനും കൂടി പറഞ്ഞു. ഹെലനില് അവളുടെ ചിക്കൻ ഹബിൽ നിൽക്കുന്ന പയ്യനായിട്ട്. പിന്നെ പാച്ചു അത്ഭുതങ്ങളൊക്കെ ചെറിയൊരു സാധനം ചെയ്തായിരുന്നു. മറ്റേ ഫഹദ് ഒരു വെഡിങ് ഞാൻ പറയാനിരിക്കുമായിരുന്നു. പാച്ചുവിന്റെ അത്ഭുതവിളക്കില് അത്ഭുതവിളക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ സാധനം ഓർമ്മ വന്നേ. നമ്മുടെ അലാവുദ്ദീന്റെ അത്ഭുതവിളക്കിന്റെ അകത്ത് മറ്റേ ജിംബൂമ്പ ആ പയ്യന്റെ വിഷയം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല. പിന്നെ ധ്യാൻ ചേട്ടന്റെ ഒരു മൂവി, ബാലാജിന്റെ ഫ്രണ്ട് ശ്രീനിവാസന്റെ ഒക്കെ മൂവിയിലുണ്ടല്ലേ, മൂവി വരുന്നുണ്ട്. ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്തില്ല. ഇപ്പൊ വിനു ഓൾറെഡി സിനിമ ചെയ്ത് ഈ ഇൻഡസ്ട്രിയിലോട്ട് വന്ന ഒരാളാണ്. ഞാൻ ഇതില് ചെയ്യുന്നത് സിനിമയിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഡിഫറൻസ്. അങ്ങനെ 2 ഡിറക്ഷനിലൂടെ വന്നവർ ഒരുമിച്ച് ഒരു ജംഗ്ഷനിൽ രണ്ടുപേരും ആഗ്രഹം സിനിമയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും നടക്കും എന്നുള്ള ഒരു ആഗ്രഹത്തോട് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യാനുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നമ്മള് ഇപ്പൊ ഇന്നിപ്പോ ഒരു വൈകിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ഉണ്ട്. നമ്മുടെ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഈ വീഡിയോ വൈറലായിട്ട് അത്യാവശ്യം സിനിമാക്കാരൊക്കെ കണ്ട് ഞങ്ങളെ സിനിമയിലേക്ക് വിളിക്കും. ഈ ഒരു വിശ്വാസത്തിലാണ് എല്ലാ വീഡിയോസും നമ്മൾ ഇടുന്നത്.
അപ്പൊ നമ്മള് ഒരിടക്ക് ഇത് നിർത്താന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ പോയി നമ്മൾ കണ്ടിന്യൂസ് ചെയ്തോണ്ടിരിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ കയ്യിലുള്ള ചാനൽ ഒരു ഇൻസ്റ്റാഗ്രാം ചാനൽ, ഒരു യൂട്യൂബ് ചാനൽ, അതിൽ വീഡിയോ ഇടുക എന്നത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി അവസരങ്ങൾ തരവോ തരാതിരിക്കുക അത് തീരുമാനിക്കുന്ന ആളുകൾ വേറെ ആളുകളാണ്. നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഒരു സമയം, ഒരു ഭാഗ്യമൊക്കെ വരുമ്പം എന്തായാലും വരും. ഓക്കെ. അപ്പോൾ ഈ നിങ്ങളുടെ ചാനലിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേജിലുള്ള കോണ്ടന്റ്സ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഒരു കോമിക് റിയാലിറ്റി ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്താ പറയുന്നത്, ഇത്തരത്തിലുള്ള കോൺസെപ്റ്റ് അപ്പോൾ നമുക്ക് ഏതൊരു കണ്ടന്റ് നമുക്ക് വളരെ എളുപ്പമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ഒരു കോമിക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അത് ഓഡിയൻസിനെ കൊണ്ട് ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള ഒരു കാര്യമാണ് അല്ലേ? അതില് കറക്റ്റ് ഒരു ഹ്യൂമർ ഇല്ലെങ്കിൽ അത് വെറും വളിപ്പായി പോകും. അപ്പൊ ഇങ്ങനത്തെ ഒരു ഞങ്ങളുടെ വീഡിയോ ഇടയ്ക്കൊക്കെ വളിപ്പാറുണ്ട്. സ്വന്തം വീഡിയോയിന് ഇത്രയും നമ്മളെ തന്നെ പൊക്കി പറയരുതല്ലോ. നിങ്ങൾ വേണം അത് പറയാനായിട്ട്. ആ വീഡിയോ കൊള്ളായിരുന്നു കേട്ടോ എന്നൊക്കെ പറയാനേ. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ആ ഒരു കോൺസെപ്റ്റുകൾ അതെങ്ങനെയാണ്? ഒരുപാട് സമയം എടുക്കലുണ്ടോ, അതെയോ ഒരാളുടെ കോൺട്രിബ്യൂഷൻ ആണോ, അതെയോ ഇത് എല്ലാവരുടെയും കൂടി ഐഡിയാസ് ഒരുമിച്ചുള്ള ഒരു സംഗമമാണോ? അത് നമ്മളിപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 3 Idiots മീഡിയയിൽ നിന്നപ്പം നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ച് എന്തൊക്കെ വീഡിയോസ് ചെയ്താൽ കയറും, എന്തൊക്കെ വീഡിയോ ചെയ്താൽ കയറില്ല എന്നുള്ളൊരു ബേസിക് ഐഡിയ എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ ചാനൽ കണ്ടുപഠിച്ചു. കാരണം അതും എല്ലാം പഠിച്ചു. ഞാൻ എഡിറ്റിംഗ് പഠിച്ചത് 3 Idiots മീഡിയയിൽ നിന്നാണ്, ഡയറക്ഷൻ പഠിച്ചത് 3 Idiots മീഡിയയിൽ നിന്നാണ്. ഞാൻ മീഡിയയുടെ ഓണർ ആരൊക്കെയായിരുന്നു? രഞ്ജിത്ത് സാറാണ്. സാർ ഇപ്പൊ വേറെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് സൂക്ഷിച്ചോട്ടോ, ഇനി ഭാവിയിലേക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങുമ്പോൾ ഉപകരിക്കും. ഇതൊന്നും പഠിപ്പിക്കാൻ പാടില്ല, പുതിയ ചാനൽ പോയി തുടങ്ങും. അപ്പോൾ ഞാനെല്ലാം പഠിച്ചത് അവിടെ നിന്ന് 3 Idiots മീഡിയ എന്നാണ് എല്ലാം പഠിച്ചത്. ഇൻക്ലൂഡിങ് ആക്ടിങ് വരെ പഠിച്ചത് അവിടുത്തെ വീഡിയോസ് ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചത്. അവിടെയാണ് അതാണ് പിച്ച് വെച്ച് നടന്നത്. അതിപ്പോ ഞാനിപ്പോ ഏത് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാലും ഞാൻ പറയുന്നത് ഞാൻ അവിടെ ഇല്ല, സാറായിട്ട് അധികം കമ്പനി അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നമ്മള് അവിടെയുള്ള എല്ലാവരുമായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ച് അങ്ങനെ ഒരു സംഗതി തുടങ്ങി. അപ്പം കോമഡിയിൽ എന്ത് സാധനം കയറില്ല എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടി. അപ്പം ഞാൻ ചാനൽ തുടങ്ങിയപ്പം സ്റ്റാർട്ടിങ് സ്ക്രിപ്റ്റുകൾ ഞാൻ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് കിട്ടാതെ വരുമ്പോൾ വിനുവായിട്ട് ചോദിക്കും. അപ്പം വിനുയുടെ കോൺട്രിബ്യൂഷൻ വരും. ഇപ്പൊ നമുക്കൊരു ഫ്രീലാൻസ് സ്ക്രിപ്റ്റിംഗ് ടീം ഉണ്ട്. അവര് സ്ക്രിപ്റ്റ് അയച്ചു തരും. ഇല്ല അത് വേറെ പിള്ളേരാണ്. പല മുഖങ്ങളും ഞാൻ അവിടെ കാണാം. അത് അഭിനയിക്കാനായിട്ട്. അത് നമ്മൾ കൂടെ അഭിനയിക്കാൻ ആൻസി 3 Idiots മീഡിയയിൽ ഉണ്ടായിരുന്ന 3 Idiots പണി പോയപ്പോ അവരെ മൊത്തം നാസിഫ് ഇങ്ങോട്ട് എടുത്തു. അങ്ങനല്ല, അവര് ഫ്രീലാൻസ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ നഷ്ടത്തിലാകാൻ ഇത്രയും പേര് പണിക്കുള്ളതുകൊണ്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അവരെല്ലാം ഫ്രീലാൻസ് ആയിട്ടാണ്. അപ്പം ആൻസി ഉണ്ട് നമ്മുടെ ഇപ്പൊ അഭിനയിക്കുന്ന. ആൻസി 3 Idiots മീഡിയയിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നു, നമ്മുടെ കയ്യിൽ അഭിനയിക്കുന്നുണ്ട്. ക്യാമറ ചെയ്യുന്ന വിക്കി 3 Idiots മീഡിയയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ നമ്മൾ കൂടുതലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ, അതായത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകൾക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു അവസരം കൊടുക്കുക എന്നുള്ളൊരു ആ ഒരു രീതിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആ ഒരു സർക്കിളിൽ ആരും കിട്ടിയില്ല, അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് നോക്കുള്ളൂ ആരെങ്കിലും. ഇപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് ഒരുപാട് മെസ്സേജ് വരും, ചേട്ടാ ഞങ്ങൾ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയണത്. അപ്പം മെയിൻലി അറിയാലോ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് തീർച്ചയായിട്ടും ഞാൻ ഇതാക്കുന്നുണ്ട്. നമ്മളത് അതിലോട്ട് ഞാൻ വരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് മെയിൻലി ആയിട്ട് ഇൻസ്റ്റാഗ്രാം വീഡിയോസിൽ കൂടുതലാകെ 2-3 ക്യാരക്ടേഴ്സൊക്കെയാണ് നമുക്ക് വരുന്നുള്ളൂ. ഇപ്പം ഞാൻ വിനു ഒരു പെങ്കൊച്ചുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് ഒക്കെ ചെയ്ത് പോവാം. അപ്പൊ കൂടുതലും ഇപ്പം നമ്മൾ ഷോർട്ട് ഫിലിം, വെബ് സീരീസ് അങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോഴാണ് കൂടുതൽ ആർട്ടിസ്റ്റിന്റെയും ആളുകളുടെയും ആവശ്യം നമുക്ക് വരുന്നത്. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്ന അതാണ്, നമുക്ക് ഷോർട്ട് ഫിലിം, വെബ് സീരീസ് വരുമ്പോൾ എന്തായാലും ഒരു കാസ്റ്റിംഗ് കോൾ വെക്കും നമ്മൾ. എന്നിട്ട് നമ്മൾ ഇതുപോലെ എൻട്രീസ് നോക്കിയിട്ട് നമുക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഉറപ്പായിട്ട് വിളിക്കാമെന്നാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം തൽക്കാലം നമുക്കിപ്പം ഇൻസ്റ്റാഗ്രാം വീഡിയോസിൽ നമുക്ക് വേറെ പുറത്തുനിന്നുള്ള ആളുകളുടെ ആവശ്യം തൽക്കാലം ഇല്ല. എന്നെ പൊക്കാൻ ഞാൻ തന്നെ. അങ്ങനെയല്ല, എന്ന് വെച്ചാൽ കഥകൾ അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. കാരണം അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും അവൈലബിലിറ്റി നോക്കിയിട്ട് വേണം നമ്മൾ ഒരു ദിവസം ഷൂട്ടും കാര്യങ്ങൾ. ഇതിപ്പോ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വിനുവിനോട് 2 ദിവസം മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാക്കും. കാരണം വെച്ചാൽ നമ്മൾ ഒരു ദിവസം ഒരു 3-4 വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് പോകും. അപ്പം നമ്മൾ മുന്നേ സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്ത് അപ്പം നമുക്ക് അറിയാം വിനുയുടെ ഡേറ്റ് എപ്പോഴാണ് അവൈലബിൾ, ആൻസിയുടെ ഡേറ്റ് എപ്പോഴാണ് അവൈലബിൾ. അപ്പം നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. അപ്പം അത് കാരണം ബാക്കിയുള്ളവർ വരുമ്പം ചിലപ്പം ആർട്ടിസ്റ്റുകൾ കൂടുമ്പം ഒരാൾക്ക് ചിലപ്പോൾ ഉണ്ടാവും, ഒരാൾക്ക് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പം അതുകൊണ്ട് നമ്മൾ കൂടുതലും ഈ ഒരു 3-4 പേരായിട്ട് ഇങ്ങനെ ചെയ്താണ് പോകുന്നത്. 3 Idiots മീഡിയയിൽ നിന്ന് നാസിഫ് ഷോർട്ട് സ്റ്റോറിയിലേക്ക് വന്നപ്പോൾ ആദ്യം ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന ജോലി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചായിരുന്നോ? അതെ. ഓക്കെ. അപ്പോഴത്തേക്കിനും ഇതിലുള്ള ക്യാമറ, മറ്റു കാര്യങ്ങൾ
കുറച്ചൊക്കെ ആദ്യം നമ്മുടെ പൈസ അങ്ങോട്ട് ഇറങ്ങുമല്ലോ, അപ്പൊ അതിനൊക്കെയുള്ള ഇൻകം സോഴ്സ് എവിടുന്നായിരുന്നു? അതായത് നമ്മുടെ എല്ലാ വീഡിയോസ് ഇപ്പോഴും നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐഫോണിലാണ്. അപ്പൊ 2022 ആണ് ഞാൻ ഐഫോൺ ഏറ്റവും പുതിയ അന്ന് ഇറങ്ങിയ 13 Pro ആയിരുന്നു ഷൂട്ടിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞാൻ EMI എടുത്തൊരു ഫോണായിരുന്നു. എല്ലാവരും ഇതേ അവസ്ഥയാണ്. അല്ല ഇപ്പൊ ഐഫോൺ കയ്യിലുള്ള എല്ലാവരും EMI-ലാണ്. ഒരു 99% ആളുകളും ശരിക്കും നമുക്ക് ഈ ഐഫോണിന്റെ ആവശ്യമൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ ക്രിയേറ്റീവ് ഫീൽഡിൽ ആവശ്യമുണ്ട്. അതാണ് ഇപ്പൊ ഞാൻ ആ ടൈമിൽ ഞാൻ എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് എന്തെങ്കിലും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് എടുക്കുന്നതിൽ കാര്യമുണ്ട്. അല്ലാതെ നമ്മൾ വെറുതെ ഷോ ഓഫിന് വേണ്ടിയിട്ട് ഒരു ഐഫോൺ കൈ പിടിച്ചോണ്ട് നടക്കുന്നതിന് എനിക്ക് വലിയ താല്പര്യം. ഞാനും ആദ്യം ഒരു ക്യാമറ അവരെയൊക്കെ വെച്ച് ഐഫോണിൽ എടുത്തോണ്ടിരുന്ന, പിന്നെ 10,000 രൂപ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ബോധ്യം വന്നത്, ഓക്കെ ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ, ചെയ്യുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ നമ്മളൊരു മൈക്ക് ഉണ്ടായിരുന്നു. ആ മൈക്ക് 800 രൂപയുടെ ഒരു മൈക്കായിരുന്നു. അത് നമ്മൾ ഓൺലൈൻ മേടിച്ച മൈക്കായിരുന്നു. പിന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. എൻ്റെ അനിയൻ്റെ സിസ്റ്റം, അത് അവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പൊ അവന്റെ രാത്രി സമയങ്ങളിൽ കിട്ടുമ്പോഴാണ് എനിക്ക് ആ ഗ്യാപ്പിൽ എഡിറ്റ് ചെയ്യാൻ കിട്ടും. അപ്പൊ സ്റ്റാർട്ടിംഗ് ഒക്കെ അങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വിനു ഒരു ലാപ്പ് എടുത്തു, പയ്യെ എഡിറ്റിംഗ് വിനുവിനെ ഏൽപ്പിച്ചു. അത് EMI-ലാണ്. EMI-ലൂടെയാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയി. അതെ, അപ്പം ഐഫോണിന്റെ EMI ഒക്കെ തീർന്നു. ലാപ്ടോപ്പിന്റെ അമ്മയാണ് അടക്കണം. അപ്പൊ അങ്ങനെ അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ മെയിൻലി ഈ EMI അടച്ചുകൊണ്ടിരുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിലൂടെ തന്നെയായിരുന്നു. നമ്മൾ എടുത്ത ബ്രാൻഡുകളിൽ പോയി നമ്മൾ പോയി പരസ്യം ചെയ്ത് മൈജി പോയി നമ്മള് ലാപ്ടോപ്പ് എടുത്ത് ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് മൈജിക്ക് വേണ്ടി വീഡിയോസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ? ഫ്രീ ആയിട്ടൊന്നുമല്ല, അല്ല കൊളാബിൽ നമ്മൾ കാശ് മേടിക്കും. ലാപ്ടോപ്പ് നമുക്ക് കാശ് കൊടുത്ത് 70-70 അങ്ങനെയല്ല, കാശ് കൊടുത്ത് നമ്മൾ ലാപ്ടോപ്പ് എടുത്തു. അത് നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിലായിരുന്നു. അന്ന് നമ്മൾ മൈജി ആയിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നീടാണ് നമ്മള് മൈജിയൊക്കെ ആയിട്ട് വീഡിയോസ് ഒക്കെ. അന്ന് നമ്മൾ മൈജിക്ക് ഫെയിം സ്റ്റെപ്സിലൂടെ ഫ്രീ പ്രൊമോഷൻ. അല്ല, മൈജി ഇപ്പൊ അറിയാൻ പാടാത്ത ആളുകളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്താ ഇതിലേക്ക് വന്നപ്പോൾ പറഞ്ഞു ആർട്ടിസ്റ്റുകളെല്ലാം 3 Idiots നിന്ന് വന്ന ഫ്രീലാൻസേഴ്സ് ആയിരുന്നു. അതിൽ ഒരു പേര് മാത്രം എപ്പോഴും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഫാത്തിമയുടെ പേരാണ് അല്ലേ? അത് അതെന്ന് പറയുമ്പോ ആ മുഖത്തെ ആ ഒരു എക്സ്പ്രഷൻ കണ്ട അതിലൂടെ തന്നെ അറിയാം ഫാത്തിമയ്ക്കും നാസിഫ് ഷോർട്ട് സ്റ്റോറീസിനും തമ്മിലുള്ള ആ ഒരു ഇന്റിമസി അല്ലേ? സോ ഫാത്തിമ ഇപ്പൊ എവിടെയാണ്? ഫാത്തിമ ദുബായിലാണ്. കുറെ നാളായിട്ട് കാണാറില്ലാന്ന് തോന്നുന്നല്ലേ? ആക്ച്വലി ഫാത്തിമ എന്റെ മാമയുടെ മകളാണ്, അതായത് ഉമ്മയുടെ ഇക്കാക്കയുടെ മകളാണ്. എന്റെ കസിനാണ് ഫാത്തിമ. കുടുംബക്കാർ മൊത്തം ഉണ്ട്. അത് ഫസ്റ്റ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് അവളൊരു വെക്കേഷൻ, അവള് മുംബൈയിൽ പഠിക്കാൻ പോയി, സൈക്കോളജിയാണ് അവള് പഠിക്കുന്നത്. അപ്പം വെക്കേഷൻ വന്നപ്പം അവള് ചോദിച്ചു, നാസിക നമുക്കൊരു വീഡിയോ ചെയ്താലോ എന്നുള്ള രീതിയിൽ പ്ലാനിൽ അങ്ങനെ. അപ്പം ഞാൻ അന്ന് ചെയ്യാൻ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ആലോചിച്ചപ്പം ഇങ്ങനെ ഒരു സാധനം കണ്ടന്റ്, ഫസ്റ്റ് വൈറൽ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറിൻ്റെ അകത്തിരുന്നിട്ട് പറയുന്നൊരു സാധനമാണ്. ഇവൾക്ക് ഡ്രൈവിംഗ് അറിയില്ല, പക്ഷെ ഇവളുടെ ഡ്രൈവിംഗ് സീറ്റ് കയറി ഇരിക്കുന്നു എന്നുള്ളൊരു ആ ഒരു കണ്ടന്റ് ആയിരുന്നു. അത് അത്യാവശ്യം നല്ല റീച്ച് പോയൊരു കണ്ടന്റ്. അപ്പൊ ഇവളുടെ കേളി ഹെയർ ആണ്, കണ്ണ് ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ആളുകൾ പെട്ടെന്ന് നോട്ട് ചെയ്ത്, പിന്നെ അവളൊരു ചിരിയാണ് മെയിൻ ഹൈലൈറ്റ്. അപ്പം ഈ സാധനങ്ങളൊക്കെ ആളുകൾക്ക് ഒരു പുതിയൊരു സാധനമായിരുന്നു. അപ്പം ആളുകൾ അവളുടെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ അവളെപ്പോ വെക്കേഷൻ വന്നാലും ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കും, നമുക്ക് ചെയ്യാം, വീഡിയോ ചെയ്യാം, ഞാൻ അങ്ങനെ ചെയ്യും. അപ്പൊ ഫാത്തിയായിട്ട് ഒരു 8 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ 6ഉം 1 million എബോവ് പോയിക്കുന്ന വീഡിയോസ് ആണ്. ഇപ്പൊ പറഞ്ഞല്ലേ ഒരു പെൺകുട്ടിയുടെ കണ്ണ്, അവളുടെ മുടി, അവളുടെ ചിരി. ഓക്കെ, ഈ പെൺകുട്ടികൾക്ക് മാത്രം ഭയങ്കര ഓഡിയൻസ് ഉണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു പെണ്ണിട്ട വീഡിയോ കേറും. ഞാൻ നേരെ തിരിച്ചു ചോദിക്കുന്നു, അന്നക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട്? എനിക്ക് ഫോളോവേഴ്സ് കുറവാ. എന്നാലും എത്രയുണ്ട്? 10,000 ഫോളോവേഴ്സ്. അന്ന ഇടുന്ന വീഡിയോസ് എങ്ങനത്തെ വീഡിയോസ്? അല്ല, ഞാൻ അങ്ങനെ ഒരു കോൺസ്റ്റന്റ് എന്താ പറയുക ഇൻസ്റ്റഗ്രാം അല്ല, എന്നിട്ട് പോലും അന്നക്ക് 10K ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ മോസ്റ്റ്ലി ഇടുന്നത്, ഞാനൊരു സ്റ്റേജ് ഷോ ആങ്കറാണ് മെയിൻലി. ഇന്റർവ്യൂവിനേക്കാളും കൂടുതൽ സ്റ്റേജ് ഷോസ് ആണ് ചെയ്യല്. അപ്പം അതിനായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഇന്റർവ്യൂസ് ആയിരുന്നു, വീഡിയോസ് ആയിരുന്നു കൂടുതൽ ഇടല്. പിന്നെ ഉള്ളത് ചാനൽ ബേസ്ഡ് ആയിട്ട് കൊളാബ് വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യും എന്നല്ലാണ്ട് ഞാൻ എന്റേതായിട്ട് കൊളാബ്സ് ഒന്നും ഇടാൻ തുടങ്ങിയിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ ആദ്യം മീഡിയ പേഴ്സൺസിന് ഐഫോൺ മസ്റ്റ് ആണ്. അപ്പൊ ഞാനിപ്പം ഐഫോൺ എടുത്തിരിക്കുന്നതിന്റെ ഉദ്ദേശം അതായത് അന്ന ഇനിഷ്യേറ്റീവ് ഒന്നും എടുക്കാതെ തന്നെ എന്നൊക്കെ ഒരു 10K ഫോളോവേഴ്സ് ഇപ്പൊ ഉണ്ട്. ഇതുപോലെ ഇഷ്ടംപോലെ വീഡിയോസ് കഷ്ടപ്പെട്ട് ചെയ്യുന്ന കുറെ മെയിൽ ക്രിയേറ്റേഴ്സിന് ഫോളോവേഴ്സ് ഇല്ല.
അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ എന്തുകൊണ്ടാണ് അത് ഫീമെയിൽ ആരാധകരില്ല? എനിക്ക് അറിയാൻ പാടില്ല അതിന്റെ സൈക്കോളജി എന്താന്ന് സൈക്കോളജി എന്താ വെച്ചാൽ ആമ്പിള്ളേർ ചാടിക്കുന്നത് പെമ്പിള്ളേരെ ഫോളോ ചെയ്യും. ഫോളോ ചെയ്യും. അത് തന്നെ, ആണുങ്ങൾക്ക് ആണുങ്ങളെ ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ, പക്ഷെ ആണെങ്കിൽ പെണ്ണുങ്ങൾ ഫോളോ ചെയ്യും. അതൊരു മെയിൽ സുപ്രീമസി കാണിക്കുന്നുണ്ടോ? അതല്ല, അത് വായ്നോട്ട മെയിൽ സുപ്രീമസി ഇല്ല, ഇനി മലയാളത്തിൽ വായനോട്ടം. കുറച്ച് വായ്നോട്ട സ്കിൽസ് കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ വീണ്ടും നമുക്ക് നമ്മുടെ ഈ പറയുന്ന 3 Idiots മീഡിയയിലേക്ക് നാസിഫ് ഷോർട്ട് സ്റ്റോറിയിലേക്കും വരാം. അപ്പോൾ ഫാത്തിമയുടെ കാര്യമാണ് നമ്മൾ ചോദിച്ചു നിർത്തിയത്. ഫാത്തിമ വിളിക്കാറുണ്ടോ? പിന്നെ ഇന്നലെ കൂടി മെസ്സേജ് ആ, നിങ്ങൾ പറയുന്ന ഫാത്തിമിന്റെ ലൈനാണ്. എന്തോ നിങ്ങൾ പറയുന്ന ഫാത്തിമിന്റെ ലൈനാണ്. ഈ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്താ. അല്ല, ഇവന് വൈഫൊക്കെ ഉള്ളതാണ്, കല്യാണം കഴിഞ്ഞ്. പക്ഷെ കണ്ടത് തോന്നുന്നില്ല കേട്ടോ. അപ്പൊ ഇവന് 2 പിള്ളേരുണ്ടെന്ന് തോന്നൂലല്ലോ കണ്ടാല്. ഏതെന്ന് തോന്നുന്നില്ല. അതാണ് എന്റെ ഒരു മോട്ടു സോനു എട്ടാളാണ്. ഓക്കെ, 2 പിള്ളേരുടെ അപ്പൻ. അപ്പൊ ലൈൻ അടിക്കാനൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് നോക്കി വെച്ചോട്ടോ. അല്ല, അത് കുഴപ്പമില്ല. ഇപ്പം കല്യാണം കഴിഞ്ഞവർക്ക് ഡിമാൻഡ് എന്താ പിന്നെ പറയണേ. ഹേമ കമ്മീഷൻ പുറത്തു വന്നപ്പോ മുതല് എന്താ പറയുക, ഇവന്റെ ചാനലിൽ വൈറലാക്കണൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഓക്കെ. അപ്പോ എന്റെ അടുത്ത ചോദ്യം നമ്മുടെ ഹേമ കമ്മീഷൻ തന്നെയാണ്. ഇപ്പം കത്തി നിൽക്കുന്ന വിഷയമാണല്ലേ. ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ, ക്യാമറ. അപ്പൊ ചോട്ടും മോട്ടും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഭാവിയില്ല. അതായത് ഇവനൊരു ഇമാജിനറി വേൾഡ് ഉണ്ട്. ഇവനും ഇവന്റെ ഭാര്യയും 2 പിള്ളേരും. ഓക്കെ. മൂത്ത കൊച്ച് 5ാം ക്ലാസ്സിലും ഇളയ കൊച്ച് 2ാം ക്ലാസ്സിലും. അപ്പൊ ഇപ്പൊ വന്ന വഴി അവൻ സ്കൂളിലാക്കിട്ട് വന്നേ 2 പേരും. അത് ഇമാജിനറി വേൾഡിലാണ് അവൻ ജീവിക്കുന്നത്. ശരിക്കും സിംഗിൾ. ശരിക്കും 30 വയസ്സായിട്ടുള്ള എല്ലാ സിംഗിൾസിന്റെ അവസ്ഥ തന്നെ. അവരെല്ലാരും ഒരു ഇമാജിനറി. വിനു, ഞങ്ങൾ 2 സെയിം ഏജ്. എനിക്ക് 28, ഇവന് 28. പക്ഷെ വിനു പറയണത് വിനു 2K കിഡ് ആണെന്ന്. ഇവന് ശരിക്കും 28ആയി. അതിന് ഇവന് എന്റെ വയസ്സ് അതിനോട് അടുപ്പിക്കാനാണ് എന്റെ വയസ്സ് 28 എന്ന് പറയുന്നത്. ശരിക്കും ഇവൻ എന്നെക്കാളും മൂത്തത്. ശരിക്കും ഞാൻ 2K കിഡാണ്. ശരിക്കും ഞാൻ ഇവന്റെ അനിയൻ 2000 ജനിച്ചത്. അപ്പൊ ഇവനും ഇവന്റെ അനിയനും ഒരു സമയമുണ്ട് ജനിച്ചത്. 2004 ഓക്കെ. ഞാൻ ഇവന്റെ അനിയന് വയസ്സ് വരെ ജനിച്ചു. എന്റെ പൊന്നെ, അവനെ ചേട്ടാന്ന് വിളിക്കുന്നത്. പുള്ളിനെ ഒന്ന് കയറി പ്രേമിക്കണം, അത്രേ ഉള്ളൂ പുള്ളിയുടെ ഒരു ലക്ഷ്യം. എന്റെ ഒരു ഇവന്റെ 2005. 2005. അപ്പൊ നിനക്ക് ഇപ്പൊ എത്ര വയസ്സ്? 2005 ബുദ്ധിയാണോ? 19 വയസ്സ്. ഇലക്ഷൻ കാർഡ് ഇന്നലെ ഉള്ളത്. കിട്ടിയിട്ടില്ല, അപ്ലൈ ലൈസൻസ് കിട്ടി കഴിഞ്ഞ. ഓക്കെ, വീണ്ടും നമ്മള് ഹേമ കമ്മീഷനിലേക്ക് വരുന്നു. അതപ്പോ വയറിലാണ്. എങ്ങനെയാലും നമ്മളിത് എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടണം. അത് ഇവർക്ക് മറ്റേ റീച്ച്. അപ്പൊ അഭിനയാണ് മെയിൻ അല്ലേ? അഭിനയത്തിന് മീൻസ് അഭിനയം എന്നൊരു ലക്ഷ്യം വെച്ചിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എന്താ പറയുന്നത്, ഇപ്പോഴും അതിൽ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം കത്തി നിൽക്കുന്നതിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ നടന്മാരും പെട്ട് അല്ലേ? നമ്മൾ മാന്യന്മാരെന്ന് വിചാരിച്ച് എല്ലാവരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു. ആങ്കർമാര് കുറെ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ടല്ലോ. എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ മാത്രമല്ല, അങ്ങനെ മോശം അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളാണ് ഇന്റർവ്യൂ ചെയ്യണത്. അന്നക്ക് ഫിലിം ഫീൽഡിൽ എന്തെങ്കിലും ഇതുപോലെ മോശം അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്? ഇതുപോലെ അന്നയുടെ ആഗ്രഹം ആങ്കർ ആവണമെന്നാണോ അഭിനയിക്കണമെന്നാണ്? എന്താണ്? ഏതെങ്കിലും നടന്മാർ എന്നോട് ഇപ്പൊ പറയും. ഇപ്പൊ ഇവിടെ അന്നയുടെ കഥയിൽ ആരെങ്കിലും മുട്ടിയോ? ഇല്ല. പറയും എന്റെ കഥയിൽ എന്റെ റൂംമേറ്റ് മാത്രമേ മുട്ടാറില്ല. ഓക്കെ, അപ്പോ ഈ പറയുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നിമിഷാഭിച്ചോടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ എയറിലാണ്. കേസ് ചെയ്തിട്ട് താഴെ ഇറക്കണം പ്ലീസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള മാന്യന്മാരുടെ മുഖംമൂടികൾ ഇങ്ങനെ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നിങ്ങൾ അങ്ങനെയാണെന്നല്ല, അന്നയുടെ മുന്നിൽ ആരുടെയാണ് അഴിഞ്ഞു വീണത്? പറഞ്ഞു, ഞങ്ങൾക്ക് അറിയത്തൊന്നുമില്ല. ഞങ്ങള് പത്രത്തിലൊക്കെ പ്ലീസ്. അപ്പോൾ എന്താ പറയുന്നത്, ഇങ്ങനത്തെയുള്ള അനുഭവങ്ങളിൽ ഇപ്പോൾ ആൺകുട്ടികളും പീഡിപ്പിക്കപ്പെട്ടു എന്ന സമകാലീന വാർത്താ വിഷയങ്ങളിലെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു ഫെയിമിനെ മിസ്യൂസ് ചെയ്യുന്നത് ശരിയാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? മീൻസ് നടന്മാരായതുകൊണ്ടാണല്ലോ. അല്ലല്ല, തീർച്ചയായിട്ടും ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ അതിനൊരു ആക്ഷൻ എടുക്കണം. കാരണം ഒരുപാട് ഫീമെയിൽസിനോട് ഇങ്ങനെ ഒരു സെക്ഷൽ ഫേവർ ചോദിക്കുന്നത് തെറ്റ് തന്നെയാണ്. ഒരു കരിയറിന് അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാവാനായിട്ട് ഒരു സെക്ഷൽ ഫേവർ ചോദിക്കുന്നത് തെറ്റ് തന്നെയാണ്. അപ്പോൾ ഈ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷ കിട്ടണം. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഇപ്പം ഒരാൾക്ക് വേറൊരു രീതിയിൽ ഒരാളോട് ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ അയാളെ കൊണ്ട് വേറെ എന്തെങ്കിലും പൈസ എന്തെങ്കിലും ആവശ്യമുണ്ട്. അപ്പം അതിനായിട്ട് ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ പറയുന്ന സ്ത്രീകളെല്ലാം വർഷങ്ങൾക്ക് മുൻപുണ്ടായ അനുഭവങ്ങളാണ് അവരിപ്പോൾ പങ്കുവെക്കുന്നത്.
അവരെന്തുകൊണ്ട് അപ്പം പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ എന്താ പറയുന്നത് പുര കത്തുന്ന സമയത്ത് വാഴ വെട്ടുന്നു എന്നുള്ളൊരു ചിന്താഗതി അത് സമൂഹത്തിൽ വല്ലാണ്ട് സ്പ്രെഡ് ആവുന്നുണ്ടോ? ധൈര്യം ഉണ്ടാവില്ല അപ്പോൾ. പിന്നെ ഇപ്പൊ കുറച്ചുകൂടെ എല്ലാവരും നോക്കുന്നുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത്. ധൈര്യം എങ്ങനെ ഇപ്പൊ ഉണ്ടായി? അല്ലല്ല ഞാൻ അതിനുള്ള ഉത്തരം എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ നമ്മളൊരു കല്യാണത്തിന് ഒരു ഫുഡ് റെഡി ആയെന്ന് പറയുമ്പോൾ ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും, ആരെങ്കിലും ഒരാൾ പോയിട്ട് ആ പ്ലേറ്റ് എടുക്കട്ടെ എന്നുള്ളൊരു, അപ്പൊ എല്ലാവർക്കും പോയി വിശക്കുന്നുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അല്ല, അത് ഹ്യൂമൻ സൈക്കോളജിയാണ്. ഒരാള് പ്ലേറ്റ് എടുത്ത് ബിരിയാണി പോണ കണ്ടു കഴിഞ്ഞാൽ ഉടനെ എല്ലാരും കൂടി വരും. അത് ആരെങ്കിലും തുടക്കൂടട്ടെ. അല്ല, അപ്പം അതൊരു ഹ്യൂമൻ സൈക്കോളജി. ആരെങ്കിലും ഒന്ന് തുടങ്ങാൻ കാത്തു നിൽക്കും. എല്ലാവർക്കും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ വൺസ് ഒരാൾ ഇനീഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പരാതി, അല്ലെ അത് എന്ത് കാര്യമായിക്കോട്ടെ, ഈവൻ എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇനീഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിലോട്ട് പോവുള്ളൂ. അപ്പം ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ആ ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ധൈര്യമുണ്ട്. അപ്പം അതുകൊണ്ട് ഒരാൾ ഇനിഷ്യേറ്റീവ് എടുത്തപ്പോൾ ബാക്കി എല്ലാവരും വന്ന് സംസാരിച്ചു, അത്രേ ഉള്ളൂ. ഇപ്പൊ അമ്മ എന്ന സംഘടന തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടു, അല്ലെങ്കിൽ അത് തലയില്ലാത്ത ഒരു സംഘടനയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അധികാരത്തിൽ വരുന്ന ഓരോരുത്തരുടെ ചുരുളുകളാണ് ഇങ്ങനെ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആദ്യം സിദ്ദിഖിന്റെ രാജിയായിരുന്നു, അതിനുശേഷം ബാബുരാജ് ടെമ്പററി ആയിട്ട് ആ പോസ്റ്റിലേക്ക് വന്നു. അപ്പോൾ ബാബുരാജിന്റെ പീഡന കഥകൾ മീൻസ് തുറക്കപ്പെട്ടു. അങ്ങനെ ഓരോരുത്തരുടെ മീൻസ് മുന്നോട്ട് വരുമ്പോഴാണ് അവരുടെ ഓരോ കേസുകൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? എനിക്ക് പീഡനങ്ങളൊന്നും ഇല്ലാത്ത കാരണം എനിക്ക് എനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ലാതാണോ? പൃഥ്വിരാജ് തന്നെ അമ്മയുടെ പ്രസിഡന്റായിട്ട്. പൃഥ്വിരാജ് തന്നെ അമ്മയുടെ പ്രസിഡന്റായിട്ട്. പൃഥ്വിരാജ് വരണം. എന്താ പൃഥ്വിരാജിന്റെ കഥ കേൾക്കാൻ? അല്ല, അതല്ല, പുള്ളിക്ക് അതിനുള്ള ഒരു പൃഥ്വിരാജ് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് കുട്ടി വിശ്വസിക്കുന്നുണ്ടോ? അതിപ്പോ നമുക്ക് അറിയത്തില്ലല്ലോ. നമ്മൾ മാന്യന്മാരാന്ന് വിചാരിച്ച പലരും ഇപ്പൊ ഓരോന്നോരോന്ന് കഥകൾ വന്നോണ്ടിരിക്കുക. അല്ല, ഞാൻ വെച്ചാല് പുള്ളിനെയൊക്കെ പണ്ട് ഈ സംഘടനയൊക്കെ വിലക്കിയും അങ്ങനത്തെ ഒക്കെ ചെയ്ത ഒരാളാണ്. പക്ഷെ പുള്ളിയുടേതായിട്ടുള്ള സ്റ്റാൻഡ് അന്നെടുക്കുന്നു ഇന്നെടുക്കുന്നു. അപ്പൊ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ആക്ടർ ഇന്നത്തെ ടൈമിൽ പൃഥ്വിരാജായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നവർ താഴത്തെ കമന്റ് ബോക്സിൽ ഞങ്ങൾ വീഡിയോസിൽ പറയാറുണ്ട് അതല്ലേ. അങ്ങനെ പുള്ളി വരണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം. അപ്പോൾ പുതിയ തലമുറയിലേക്ക് വീണ്ടും അഭിനേതാക്കളെ തേടുമ്പോൾ ഇത്തരത്തില് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടും നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു തോന്നലോ സങ്കടമോ അതൊക്കെ എപ്പോഴെങ്കിലും ഹിറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം എന്താ പറയാ, ഇപ്പൊ നമ്മള് ചെയ്യുന്നത് ഓരോ വീഡിയോസ് ഇടുമ്പോഴും ഇതിൽ കയറും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇടുന്നതെന്ന് പറഞ്ഞു. അല്ല, നമ്മള് ഇതൊരു പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇൻകം കിട്ടുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പം ബ്രാൻഡ് കൊളാബ്സ് ഒക്കെ വരാറുണ്ട്. അപ്പൊ നമ്മൾ ഇതില് ഏതാണ് ചെയ്തതിൽ ഏറ്റവും നല്ല ബ്രാൻഡ്? ചെയ്തിട്ടുണ്ട്, മൈജി ചെയ്തിട്ടുണ്ട്. വേറെ നല്ല MYOP എന്ന് പറയുന്ന പെർഫ്യൂം ബ്രാൻഡ്, നാഷണൽ ബ്രാൻഡാണ് ചെയ്തത്. പിന്നെ മറ്റേ ഒരുപാട് കോളേജസിന്റെ എബ്രോഡ് സ്റ്റഡീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം ഒരു കേക്കിന്റെ ഒരു ആഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ബ്രാൻഡ് എടുക്കുമ്പോൾ അതിന്റെ കോമ്പറ്റീറ്റീവ് ബ്രാൻഡ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാല് ഈ എനിക്ക് അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടാട്ടോ, സാലറി ചോദിക്കല്ല, നമ്മൾ ഈ ഒരു യൂട്യൂബിന്റെ ഇൻകം അതെങ്ങനെയാണ്? യൂട്യൂബ് തുടങ്ങാനിരിക്കുന്നവർക്കും ഒരു ഇപ്പൊ നമ്മുടെ മെയിൻലി ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് റവന്യൂ ആണ്, അല്ലെങ്കിൽ ബ്രാൻഡ് കൊളാപ്സിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആണ് നമ്മുടെ റവന്യൂ. അതായത് വ്യൂവേഴ്സ് കൂടുന്നതിനനുസരിച്ച് അവർ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ റേറ്റ്. അതെ, അതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ ഇടുന്നത് യൂട്യൂബ് ഷോർട്സ് ആണ്. ഇപ്പൊ യൂട്യൂബ് ഷോർട്സ് ഇപ്പം ഒരു ഷോർട്ട് 1 മില്യൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന രൂപ 700 മുതൽ 800 രൂപയാണ്. ഒരു വീഡിയോ, ഒരു 1 മിനിറ്റ് വീഡിയോ നമ്മൾക്ക് 1 മില്യൺ അടിച്ചാൽ 1 മിനിറ്റ് വീഡിയോ 1 മില്യൺ അടിച്ചാൽ 700 രൂപ മുതൽ 800 രൂപയാണ് യൂട്യൂബ് ഷോർട്സിൽ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ ഒരു അരമണിക്കൂറുള്ള ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ലോങ് വീഡിയോ ആയിട്ടുള്ള സെക്ഷനിലോട്ടായിരിക്കും പോകുന്നത്. ഷോർട്സ് അല്ല, ലോങ് വീഡിയോ ആയിട്ടാണ്. അതെങ്ങനെ പോയാലും ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ ഒരു 40,000 മുതൽ 50,000 വരെ ഒരു 1 മില്യൺ വീഡിയോസിൽ നിന്ന് കിട്ടാം. നമ്മൾ പണ്ട് മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് ആണ്. അപ്പൊ നമുക്ക് യൂട്യൂബ് റവന്യൂ ഭയങ്കര കുറവാണ് നമുക്ക്. പക്ഷെ നമ്മൾ ആ 1 മിനിറ്റിൽ നമ്മൾ എന്തെങ്കിലും ബ്രാൻഡ് ഇന്റഗ്രേഷൻ കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ റീച്ചിനനുസരിച്ചുള്ള എമൗണ്ട് നമുക്ക് പറയാം.
ആ എമൗണ്ട് നമ്മൾ മേടിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഈ പറയുന്ന എന്താ പറയുന്നത് ഇത്തരത്തിലുള്ള ഇത് വന്നപ്പോൾ യൂട്യൂബിനെ കുറിച്ച് പഠിച്ചിട്ടായിരുന്നു അങ്ങോട്ട് ഇറങ്ങിയത്, അതെയോ ഓക്കെ നമ്മൾ പോകുന്ന വഴിക്കൂടെ പ്രാക്ടിക്കൽ സൈഡിലൂടെ പഠിച്ച് പോകാം എന്നുള്ള ഒരു രീതിയിലായിരുന്നു, അതെയോ കംപ്ലീറ്റ്ലി പഠിച്ച് റെഡി ആയിട്ടായിരുന്നു? വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബിന്റെ അല്ലെങ്കിൽ ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിനിറ്റിന് അപ്ഡേറ്റ് ആവും ഇതിന്റെ ആൽഗോരിതം. അപ്പൊ നമ്മള് 2020 പഠിച്ച യൂട്യൂബ് അല്ല 2024. കാരണം ഞാൻ 3ds മീഡിയയിൽ ഉണ്ടായിരുന്നപ്പം അത് ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പൊ ആ ടൈമിൽ അൽഗോരിതവും കാര്യങ്ങളും അല്ല 2024. നമ്മൾ ഈ പ്രോസസ്സിൽ നമ്മൾ അപ്ഡേറ്റ് ആവണം. യൂട്യൂബിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നത് നമ്മൾ പഠിക്കണം, പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇതൊരു ഗ്രോയിങ് പ്രോസസ്സാണ്, നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. ചിലപ്പോൾ 2 വർഷം കഴിയുമ്പോഴുള്ള യൂട്യൂബ് അൽഗോരിതം ആയിരിക്കില്ല, അത് ചേഞ്ച് ആവും. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ കോമഡി കോണ്ടന്റ്സ് ഉണ്ടല്ലോ, അതെപ്പോഴെങ്കിലും എന്താ പറയുന്നത് ജീവിതത്തിൽ നിന്ന് എടുത്ത ഒരു സംഭവമായിരുന്നു? എൻ്റെ 90% കോണ്ടന്റ്സ് നമ്മുടെ ജീവിതത്തിലുണ്ടായ സാധനങ്ങളൊക്കെ തന്നെയാണ്. ആണോ? എൻ്റെ സ്കൂൾ ലൈഫിലും കോളേജ് ലൈഫിലും ഇവന്റ് ലൈഫിലും ഒക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ എടുക്കുന്ന സംഗതികൾ. ഓക്കെ. അപ്പോൾ ഈ കോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുമ്പം ആദ്യമൊക്കെ എവിടുന്നെങ്കിലും ഒക്കെ കളിയാക്കൽ വന്നിട്ടുണ്ടോ? ഓക്കെ, എന്തുവാടാ ചെയ്യുന്നത്? എനിക്കൊരു 95% അപ്രീസിയേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 5% നമുക്ക് ഈ പറയുന്ന വിമർശകരുണ്ടല്ലോ, അത് വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്നവരാണ് എന്ന് തോന്നിയിട്ടുണ്ടോ, അതെയോ നമ്മളെ ക്ലിയർ ചെയ്ത് നമ്മുടെ തെറ്റുകൾ തിരുത്താൻ? അത് രണ്ട് ടൈപ്പ് ആളുകളുണ്ട്. ചിലവർ എന്ത് കണ്ടാലും നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട്, ചിലവർ നമ്മൾ നല്ലതിന് വേണ്ടിയിട്ട് നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട്. അപ്പം ഇത് ഇപ്പൊ ഒരു വീഡിയോ നല്ലതാണോ മോശമാണോ എന്ന് തീരുമാനിക്കുന്നത് ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ് അനുസരിച്ചിട്ടാണ്. ചിലപ്പോൾ ഒരു 10 മില്യൺ കയറിയ വീഡിയോ ചിലപ്പം ഒരാൾക്ക് നല്ലതായിട്ട് തോന്നാം, ചീത്തയായിട്ട് തോന്നാം. അപ്പം ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ നല്ലതിനെയും റെസ്പെക്ട് ചെയ്യുന്നു, ചീത്തതിനെയും റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ ചീത്ത എന്ന് പറഞ്ഞവരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചിട്ടുമുണ്ട്. അപ്പം അതിനെ നമ്മൾ വിടാം. എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഹാപ്പിയാണോ വീഡിയോ ചെയ്യുന്നതിൽ അത് നോക്കുക. ഞാൻ ആ ഒരു രീതിയിലാണ് ഫോളോ ചെയ്ത് പോകാറുള്ളത്. ഓക്കെ, അതായത് കളിയാക്കിയവരെ കൊണ്ട് കൈയടിപ്പിച്ച മഹാനാണ് ഈ ഇരിക്കുന്നത്. അങ്ങനെ മഹാനൊന്നുമല്ല, അത് നമ്മള് ഓൺ ദ ഗോയിങ്ങില് നമ്മളത് കൊണ്ട് കാരണം ഇപ്പം എന്റെ ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു, എന്റെ പണ്ടൊപ്പം പഠിച്ച ഫ്രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വീഡിയോ ഒക്കെ തുടങ്ങിയ സമയത്ത് ഇതെന്ത് കോമാളിത്തരമാണ് നീ കാണിക്കണേ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അവർ കാണുമ്പോൾ വീഡിയോ എന്നാ, പുതിയ വീഡിയോ എന്നാ, ആ ഒരു ചേഞ്ചാണ് നമ്മള്. പക്ഷെ അത് ഇപ്പൊ എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഉണ്ടായിട്ടുള്ള ലൈഫിലാണ്. അതിപ്പോ സിനിമാക്കാരെ ഏതൊരു ക്രിയേറ്റീവ് ഫീൽഡിലുള്ള ആളുകളും നേരിടുന്ന ചോദ്യവും അവരത് കഷ്ടപ്പെട്ട് അവർ ഓവർകം ചെയ്യുന്ന അതൊരു നോർമൽ പ്രോസസ്സായി മാറി. ഇപ്പം നമ്മൾ ഭയങ്കര വലിയ കാര്യമായിട്ട് പറയണമെന്നില്ല, അതിപ്പോ ഒരു നോർമൽ തിങ് ആണ്. പണ്ട് മോശം പറഞ്ഞവർ ഇപ്പൊ നല്ല പറയുന്നു, അതെല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ മാർച്ചിലാണ് ആദ്യം എനിക്ക് തോന്നുന്നു ഈ പറയുന്ന നാസിഫ് ഷോർട്ട് സ്റ്റോറീസ് എന്ന ചാനൽ ഓൺ ചെയ്യുന്നല്ലേ? അല്ല, 2022 മാർച്ചിലാണ്. 2022 മാർച്ച്, 2 വർഷം കഴിഞ്ഞു. ഇപ്പൊ 2.5 ശരിയാ. മാർച്ച് മാത്രമേ കണ്ടുള്ളൂ. വീണ്ടും അപ്പോൾ എന്താ പറയുന്ന ഈ പറയുന്ന മാർച്ചിൽ തുടങ്ങിയ ഈ ഒരു ചാനൽ 2022 മാർച്ചിൽ, ഓക്കെ, വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഇത്രയും അധികം സബ്സ്ക്രൈബേഴ്സിനെ നേടി, അല്ലെങ്കിൽ ഇത്രയധികം വ്യൂവേഴ്സിനെ നേടി. എന്താണ് അതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്? നമ്മൾ മുന്നേ അറിയാവുന്ന ആളുകളായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു, നമ്മൾ ചാനൽ തുടങ്ങുന്നതിന് മുന്നേയുള്ള 2 വർഷം നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ആളുകൾ കണ്ടിട്ടുണ്ട്. ആ ആളുകളൊക്കെ തന്നെയാണ് നമ്മൾ ഇനീഷ്യലി നമുക്ക് സപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ പുതിയൊരു ആള് വന്നതിനെക്കാട്ടും കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് ടൈമിൽ. അപ്പം പിന്നീട് നമ്മൾ അതെങ്ങനെ കൊണ്ടുപോകുന്നു എന്നതിലാണ് കാര്യം. ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവർക്കും പറ്റും. യൂട്യൂബിൽ ജസ്റ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക അത് ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ വൺസ് വീഡിയോ ഇട്ട് അതെങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുന്നു അതിലാണ് കാര്യം. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ കൂട്ടുന്ന ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്താ കൺസിസ്റ്റന്റ് ആയിട്ട് എപ്പോഴും വീഡിയോ ഇടാറുണ്ട്? അതെ, നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമിൽ ആഴ്ചയിൽ 3 വീഡിയോസ് വെച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂട്യൂബ് ഷോർട്സിൽ 3 വീഡിയോസ് വെച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതും എൻ്റെ അറിവിലേക്ക് വേണ്ടി ഞാൻ ചോദിക്കാണ് കേട്ടോ. ഇപ്പം ഇൻസ്റ്റയിൽ ഒരു പെർട്ടിക്കുലർ സമയത്ത് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും വ്യൂസിന് ഓരോ സമയം ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ്.
കാരണം ഓരോ ചാനലിലും അവരുടേതായിട്ടുള്ള ഓഡിയൻസ് എപ്പോഴാണ് ആക്റ്റീവ് എന്നുള്ള ഒരു അനലിറ്റിക്സ് നമുക്ക് ഇൻസ്റ്റയിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും. ഇപ്പം എൻ്റെ ചാനലിലെ ടൈമിൽ വെച്ച് 6 മണി ആ ടൈമാണ്, ചിലപ്പം 4 മണി, ചില ചാനലുകൾക്ക് 4 മണിയായിരിക്കും. അപ്പം ഓരോ ചാനലും ഓരോ സാധനമാണ് നമുക്ക്. അതിന്റെ കോണ്ടന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ അതെയോ? അതല്ല, അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ അൽഗോരിതം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസ് അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് ഇൻസ്റ്റാഗ്രാം ആ വീഡിയോനെ പുഷ് ചെയ്യുള്ളൂ. നമ്മുടെ ഓഡിയൻസ് അത് ലൈക്ക് ചെയ്തില്ല, കമൻറ്റ് ചെയ്തില്ല, ഷെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വിചാരിക്കുക ഇതൊരു മോശം വീഡിയോ ആണ്, ഇവരുടെ ഓഡിയൻസിന് പോലും ഇഷ്ടപ്പെട്ടില്ല, ഇനി അത് പുഷ് ചെയ്യേണ്ട, അങ്ങനെ വിചാരിക്കും. അതേസമയം നമ്മളിപ്പോൾ ഒരു ഇട്ട വീഡിയോ ഇനിഷ്യലി നമ്മുടെ ഓഡിയൻസ് ലൈക്ക് ചെയ്തു, കമൻറ്റ് ചെയ്ത് കുറേ ആളുകൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം വിചാരിക്കുക ഇതൊരു നല്ല കണ്ടന്റ് ആണ്, അപ്പം ഇത്തരം ഇൻട്രസ്റ്റ് ഉള്ള സിമിലർ ആയിട്ടുള്ള ഓഡിയൻസിന് ഇത് പുഷ് ചെയ്താക്കാം എന്നുള്ള രീതിയിൽ ഇൻസ്റ്റാഗ്രാം പുഷ് ചെയ്യും. അപ്പം നമ്മൾ ഇടുന്ന ടൈം ഭയങ്കര ഒരു ജനറൽ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്ത ശേഷമാണോ അതിൽ നിന്ന്? അതെ, ആദ്യം നമ്മുടെ ഓഡിയൻസിനെ ഈ വീഡിയോ കാണിക്കും. നമ്മുടെ ഓഡിയൻസ് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേറെ ഓഡിയൻസിന് ഇത് പുഷ് ചെയ്യൂല. അങ്ങനെ അതായത് നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഇതിനെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു ആ രീതിയിലാണ്, അതിനനുസരിച്ചാണ് ബാക്കി ഇത് പോകുന്നത്. ഓക്കെ, ഇനി എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സിനിമയിലേക്ക് എടുക്കാനുള്ള ആഗ്രഹം, അതിനുള്ള അവസരങ്ങൾ, ഇപ്പം റീസെൻ്റ് ആയിട്ട് ഏതെങ്കിലും പ്രോജക്റ്റ് വന്നിട്ടുണ്ടോ? ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് ആരെങ്കിലും നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? എനിക്ക് 3 Idiots മീഡിയയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് 2-3 പേര് ഇതേപോലെ ഒരു സിനിമയുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവരെന്നെ മെയിൻ ലീഡാക്കി ചെയ്യാമെന്നുള്ളൊരു രീതിയിലായിരുന്നു വന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കതിൽ താല്പര്യമില്ല, നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു മെയിൻ ലീഡിനെ വെച്ചിട്ട് വേറെ ഏതെങ്കിലും ക്യാരക്ടർ എനിക്ക് താന്നുള്ള രീതിയിൽ, കാരണം എനിക്ക് മെയിൻ ലീഡ് ആദ്യമേ ചെയ്യാൻ താല്പര്യമില്ല. കാരണം നമ്മൾ ഒരു അതുകൊണ്ട് മാത്രമല്ല, ഇപ്പം നമ്മൾ വിശ്വസിച്ച് ഒരു പ്രൊഡ്യൂസർ കാശ് മുടക്കുന്നു, അത് ആളുകൾ കണ്ടില്ലെങ്കിൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയല്ല, ഇതൊരു ഞാനിത് ടെസ്റ്റ് ചെയ്തു. ഇപ്പം ഇവൻ ഇങ്ങനെ ഒരു പൊസിഷനിലാണ് എടുത്ത്, ഞാനിതുപോലെ ഞാൻ ലീഡായിട്ടൊന്നും പോയി ചെയ്തു. അത് ഇടയ്ക്ക് അത് അവരുടെ ബഡ്ജറ്റ് ഇല്ലായിരുന്നു കംപ്ലീറ്റിനായിട്ട്, അപ്പൊ അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ അത് ഇപ്പൊ ഇഷ്ടം പോലെ പുതിയ ആളുകള് നടന്മാർ സിനിമയിൽ വരുന്നു, അവരുടെ സിനിമകളൊക്കെ ഫ്ലോപ്പ് ആവുന്നു, വളരെ ചുരുക്കം ആളുകളെ പുതുമുഖങ്ങൾ കയറി വരുന്നുള്ളൂ. അപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് എന്നെ കുറച്ച് നല്ല നല്ല സിനിമകളിൽ നല്ല ക്യാരക്ടർ ചെയ്ത് ഒന്ന് ഫേസ് രജിസ്റ്റർ ആയിട്ട് നല്ല ലീഡ് റോളിൽ പോകാന്നുള്ളൊരു മൈൻഡാണ് പണ്ട് മുതലേ എനിക്കുള്ളത്. ഇനി ഈ ലീഡ് റോള് വരുമ്പോൾ റൊമാൻറ്റിക് സീൻസ് ഒക്കെ വരികയാണ്, നായിക നല്ല സുന്ദരിയാണ്, ലിപ് ലോക്ക് ഒക്കെ വരികയാണെങ്കിൽ വീട്ടിൽ നിന്നുള്ള ഭാര്യയുടെ സപ്പോർട്ടൊക്കെ നല്ല ഫുൾ സപ്പോർട്ടാണ്. ഫുൾ സപ്പോർട്ടോ? എപ്പോഴെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ട്? നമുക്ക് വെബ് സീരീസിൽ അത്തരം സീനുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അവളുടെ മുമ്പിൽ വെച്ചിട്ടാണ് അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂം സീൻ കാര്യമായിട്ട് ഇപ്പൊ റീസെന്റ് ഒരു സീരീസ് വരുന്നുണ്ട്, എന്റെ ടൈറ്റിൽ ഇട്ടിട്ടില്ല, മിക്കവാറും ഏതാണെന്ന് ഒരു കാതൽ അതിൽ ഇന്റിമേറ്റ് സീൻ, ഒരു ബെഡ്റൂം സീൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ അതിന് മുന്നേ ലവ് വാച്ച്ക്കൽ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ടായിരുന്നു, അതിൽ ഇതുപോലെ ഇന്റിമേറ്റ് സീൻസ് ഒക്കെ ഉണ്ടായി. ഒന്നും പ്രശ്നമില്ല, നമ്മൾ അഭിനയം വേറെ, നമ്മളത് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു, അതിന്റെ കഴിഞ്ഞിട്ട് അതിന്റെ പുറകെ പോകുന്നവർക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. പ്രശ്നമുള്ളത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഞാൻ ആദ്യം ചോദിച്ചു എന്താ പറയുക അവസരങ്ങൾ ചോദിച്ചങ്ങ് ചെന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ മോശം രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള? ഞങ്ങൾക്ക് ചോദിക്കാൻ നേരം അറിയത്തില്ല ഇപ്പോഴും. എന്തോ അങ്ങോട്ട് ചെന്ന് ചോദിക്കുന്നൊക്കെ വളരെ കുറവാണ്. ഓഡീഷനൊക്കെ പോയിട്ടുണ്ട്, അങ്ങനെ ഹെലനൊക്കെ കിട്ടിയത്. അങ്ങോട്ട് പോയി ചാൻസ് ചോദിക്കുക, അത് ഇവനും മോശം ഞാനും മോശം. ഞാൻ പിന്നെ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ കുറച്ച് ചോദിക്കുന്നുണ്ട്, അവസരങ്ങൾ ചോദിക്കുന്നുണ്ട്. പണ്ട് എനിക്ക് ആകെ ഉള്ള മോശം അനുഭവം ഇത്രേ ഉള്ളൂ, കാശ് ചോദിക്കുമ്പോൾ അവര് എത്ര രൂപ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നായകനാക്കാം. ഈ ഒരു ഫീൽഡില് ശരിക്കും എന്താ പറയുന്നത്, കഴിവിനേക്കാളും കൂടുതൽ പൈസയാണ്. അങ്ങനെയല്ല, കഴിവ് തന്നെയാണ് വേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കാശുണ്ടെന്ന് വിചാരിക്കും. ഇപ്പം ഞാനൊരു ഒരാള് കുറേ കാശുണ്ട്, പുള്ളി നായകനായിട്ടൊരു പടം പുള്ളി തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് പടം പൊട്ടിയെന്ന് വിചാരിക്കും, അയാൾക്ക് ഒരിക്കലും നിലനിന്ന് പോകാൻ പറ്റില്ല. കഴിവ് തന്നെ വേണം, കഴിവുള്ളവനെ ഇവിടെ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ചിലപ്പോൾ ഒരു എൻട്രി ചിലപ്പം കാശ് കൊണ്ട് ചിലപ്പം കിട്ടിയേക്കാം. കാശുള്ളവനൊരു ഇപ്പം അവൻ്റെ കഴിവിൽ അവന് വിശ്വാസമുണ്ട്, അവൻ തന്നെ പടം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് അവൻ നായകനായിട്ട് പടം വരുന്നു, പടം നല്ല റീച്ച് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവന് ഗുണമാണ്. അല്ല ഒരു കഴിവുമില്ല, കുറേ കാശുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു പടമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്
നിലനിന്ന് പോവില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഷോയുടെ പേരറിയാലോ, ടോസ് വിത്ത് അന്ന എന്നാണ്. ടോസ്റ്റ്. ടോസ്റ്റ് ഇല്ല, ടോസ്റ്റ് ഇല്ല, റോസ്റ്റ് ഇല്ല, ടോസ് വിത്ത് അന്ന. ഇത് ഓക്കെ, ടോസ്. ഓക്കെ, അതാണ് ഈ കോയിനോട് ഇരിക്കണ. വിനു നോക്കി വെച്ചേക്കിരുന്നു പോണ വഴി എടുത്തോണ്ട് പോകാനായിട്ട്. ഒരു ബൂമർ ഒരു ഇപ്പൊ എന്താ കിട്ടും? സെന്റർ ഫ്രഷ്, ബൂമർ, കപ്പലണ്ടി മിഠായി, മിച്ചർ മിഠായി, എന്തൊക്കെ കിട്ടും ഒരു രൂപ? ദാരിദ്ര്യമാണ് ഇതൊക്കെ നൊസ്റ്റാൾജിക് സാധനങ്ങളല്ലേ. പണ്ട് 25 പൈസയുടെ ഒരു പുളി മുട്ടായി ഉണ്ടായിരുന്നു, ഓക്കെ. ഇന്ന് 50 പൈസയായി. ഇന്ന് കഴിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് എപ്പോഴും കഴിക്കാറുണ്ട് നമ്മളെപ്പോഴും. ഞാൻ ഷുഗർ കട്ടാ. ഓക്കെ, അപ്പോ എന്തായാലും ഇതില് ഹെഡും ടെയിലും ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഷോയുടെ ഒരു കോർ കണ്ടന്റ് എന്ന് പറയുന്നത്. പലയിടത്തും എനിക്ക് നന്നായിട്ട് റോസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, ഹെഡും ടെയിലും നിങ്ങൾക്ക് തീരുമാനിക്കാം. നമുക്ക് 2 ഗെയിംസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് ടങ് ട്വിസ്റ്റേഴ്സ് ആണ്. രണ്ടാമത്തത് യൂഷ്വലി പ്രാങ്കോളാണ്. ഓക്കെ, അപ്പോൾ എന്താ ഏതിൽ വേണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഹെഡിൽ വേണോ ടൈൽ വേണോ? ഇവൻ വിളിച്ചാ പോരാ? എന്തോ രണ്ടുപേരും വിളിക്കണ്ടേ? രണ്ടുപേർക്കും. ഓക്കെ, അപ്പോൾ ഏത് വേണം എന്ന് തീരുമാനിക്കാം. ഹെഡില് എന്ത് വേണം? ടങ് ട്വിസ്റ്റർ വേണം? ടങ് ട്വിസ്റ്റർ ഹെഡ്. ആ, മറ്റേത് ടെയില് ടങ് ട്വിസ്റ്റർ. ഞങ്ങൾക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞ് രണ്ടുപേർക്കും ഒറ്റ തീരുമാനം. അതേപോലെ എന്ന് രണ്ടുപേർക്കും തീരുമാനിക്കാം. ഇവൻ നീ ടെയിലില് ടങ് ട്വിസ്റ്റർ, ഞാൻ ഹെഡില് ടങ് ട്വിസ്റ്റർ. കേട്ടോ, ധൈര്യട്ടോ. അപ്പൊ ആദ്യം ആർക്ക് വേണം? ഇവൻ എടുത്തോട്ടെ. ഓക്കെ, ടെയിലില് ടങ് ട്വിസ്റ്റർ. രണ്ട് ടൈം. ഓക്കെ, ഹെഡാണ് കേസ് വന്നിരിക്കുന്നത്. ടെയില് ടങ് ട്വിസ്റ്റർ അല്ലായിരുന്നു, അപ്പൊ ഹെഡില് ഫ്രാങ്കോൾ ആണ്. ചെയ്തോ. ആരാണ്? ഫാത്തിമനെ തന്നെ വിളിച്ചോളൂ. ദുബായ് ഇന്റർനാഷണൽ കോഡാണ്. IST വിളിക്കാൻ പറ്റുന്ന കോഡ് ആരെങ്കിലും അല്ല, ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിച്ചോളൂ. ഏറ്റവും ഇൻഫ്ലുവൻസർ ഫ്രണ്ട് ആരാണുള്ളത്? നിന്നെ വിളിക്കാം. ഒരു സൈലന്റ് ആക്കണം പറഞ്ഞിട്ടുണ്ട്. സ്പീക്കർ. ഹലോ, നാസിയാണോ? നീ എവിടെ ഉണ്ട്? ഞാനിപ്പോ ഒരു ഇന്റർവ്യൂവിന് വന്നേച്ചത്, ഒരു അരങ്ങാട് ഇന്റർവ്യൂ. ബോറ് പരിപാടി. എങ്ങനെ രക്ഷോട്ടോ അത് ഇവിടുന്ന്. ഇനി അടുത്തേക്ക് കൊടുക്കല്ലോ. ഞാൻ ഹെഡല്ല വന്നത്, അപ്പൊ എനിക്ക് ടങ് ട്വിസ്റ്റർ. നിനക്ക് നിന്റെ ഇപ്പൊ ടോസ് ചെയ്യും. അല്ല, ഹെഡല്ല വന്നത്, അപ്പൊ എനിക്ക് ടങ് ട്വിസ്റ്റർ. അങ്ങനല്ല. അല്ല, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മുടെ വിനുവിന് തന്നെ കൊടുക്കാം അല്ലേ? വിനുവിന് ഏതാ വേണ്ടത്? ഹെഡില് ടങ് ട്വിസ്റ്റർ. ടങ് ട്വിസ്റ്റർ. ഓക്കെ, വീണ്ടും ടെയിൽ. ഞാൻ ഇൻട്രോട്ട് ഞാൻ വിളിക്കാം. അല്ല, അങ്ങോട്ട് തന്നെ വിളിക്കരുത്. ഇല്ല, വിളിക്കാം. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവര് ഒരാള് പ്രാങ്ക് കോൾ ചെയ്തല്ലേ, ഒരുപാട് പ്രാങ്ക് കോൾ ക്ഷീണിച്ച്. നമുക്ക് അടുത്ത ആൾക്ക് ടങ് ട്വിസ്റ്റർ കൊടുക്കാം. ഓക്കെ, അപ്പോ ടങ് ട്വിസ്റ്റർ യൂഷ്വൽ ടങ് ട്വിസ്റ്റർ തന്നെ. റെഡ് ബൾബ്, ബ്ലൂ ബൾബ്. 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 ഇത് പറഞ്ഞു പഠിച്ചിട്ട് വന്നാ ഇവനെ കുറെ ടങ് ട്വിസ്റ്റർ അറിയാം. ബാക്കി രണ്ടെണ്ണം പറഞ്ഞത് മറ്റേ പത്തനാപുരത്ത് 10 പച്ചത്തത്ത ഒത്തുത്തി ചത്തരുത്. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ഒത്തുത്തി ചത്തിരുന്നു. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ഒത്തുരുത്തി ചത്തിരുന്നു. ഒത്തുകുത്തി ചത്തിരുന്നു. ഒത്തുകുത്തി ചത്തിരുന്നു. 3 പ്രാവശ്യം. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ഒത്തുകുത്തി ചത്തിരുന്നു. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ഒത്തുകുത്തി ചത്തിരുന്നു. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ഒത്തുകുത്തി ചത്തിരുന്നു. ആദ്യമായിട്ട് ഒരു പറഞ്ഞത്. 1 രൂപ കുട്ടി എടുത്തോളൂ. താങ്ക് യു. ഇനി അടുത്ത പ്രാങ്ക് കോളിനുള്ള ടോസ് ഉണ്ട്. എനിവേ ഗൈസ്, ഇത്രയും നേരം നമ്മളെ എന്താ പറയുന്ന അവരുടെ പേജുകളിലുള്ള പോലെ തന്നെ നമ്മൾ ഇത്രയും ചിരിപ്പിച്ച് തീർന്നു. ഞങ്ങൾക്ക് പല കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ മെഗാ സീരിയലായിട്ട് ടെലികാസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ ഇത്ര അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂവിനെ ശരിക്കും ടോസ് വിത്ത് തന്നെ ഇന്ന് റോസ്റ്റ് വിത്ത് ആങ്കർ ആകാറുണ്ട്. അത് ഇന്നും പ്രാവർത്തികമാക്കി തന്ന നമ്മുടെ വിനുവിനും നാസിഫിനും ഒരുപാട് സ്നേഹപൂർവ്വം തന്നെ നന്ദി അറിയിക്കുകയാണ്. സോ താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് us. താങ്ക് യു.